രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് പുനർജനി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീഷിനെതിരെ വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സാധാരണ ഒരു അഴിമതി കേസ് എന്നതിലുപരി വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കുന്നതിലെ നിയമലംഘനവും ഒരു ജനപ്രതിനിധി പാലിക്കേണ്ട ചട്ടങ്ങളുടെ ലംഘനവുമാണ് ഇവിടുത്തെ പ്രധാന വിഷയം. വ്യക്തിപരമായ സന്ദർശനത്തിന് അനുമതി വാങ്ങി വിദേശത്ത് പോയി കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തത് എങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവിന് കുരുക്കാവുന്നത്? എന്താണ് മണപ്പാട്ട് ഫൗണ്ടേഷനും ഈ കേസിലെ പങ്ക്? നമുക്ക് വിശദമായി പരിശോധിക്കാം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇപ്പോൾ ഒരു വലിയ നിയമക്കുരുക്കിലാണ്. സംഗതി വേറൊന്നുമല്ല, അദ്ദേഹം പറവൂർ മണ്ഡലത്തിൽ നടത്തിയ പുനർജനി പദ്ധതി തന്നെ. സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ കുടുങ്ങുന്നത് കൈക്കൂലി വാങ്ങുമ്പോഴോ അഴിമതി നടത്തുമ്പോഴാണ്. പക്ഷേ നമ്മുടെ സതീശൻ സാർ കുടുങ്ങിയിരിക്കുന്നത് ലണ്ടനിൽ പോയി പൗണ്ട് പിരിച്ചതിനാണ്. നിയമം നന്നായി അറിയാവുന്നത് കൊണ്ടായിരിക്കണം ഇത്രയും വലിയൊരു ചതിക്കുഴി അദ്ദേഹം തന്നെ കുഴിച്ചത്. വിഷയം തുടങ്ങുന്നത് 2018 പ്രളയത്തിന് ശേഷമാണ്. പറവൂരുകാരെ പുനരധിവസിപ്പിക്കാൻ സതീശൻ സാർ ഇറങ്ങി തിരിച്ചു. അതിനായി വിദേശത്തുള്ള മലയാളികളെ കാണാൻ അദ്ദേഹം അനുമതി വാങ്ങി. കേന്ദ്ര സർക്കാരിന് നൽകിയ അപേക്ഷയിൽ പറഞ്ഞത് ഇത് വ്യക്തിപരമായ സന്ദർശനമാണെന്നാണ്. അതായത് അവിടെ പോയി ചായ കുടിക്കുന്നു, വിശേഷങ്ങൾ പങ്കുവെക്കുന്നു, തിരിച്ചു വരുന്നു, അത്രമാത്രം. പക്ഷേ ലണ്ടനിലെത്തിയപ്പോൾ സതീശൻ തന്റെ വ്യക്തിപരമായ വിനോദം മാറ്റിപ്പിടിച്ചു. ഒരു 500 പൗണ്ട് വീതം തരുമോ എന്ന ആ അഭ്യർത്ഥന കേട്ടാൽ തോന്നും അവിടെ ചെന്നത് ടൂറിസ്റ്റ് ആയിട്ടല്ല, വല്ല ലോട്ടറി കച്ചവടത്തിനോ പിരിവിനോ ആണെന്ന്. നിയമം പഠിപ്പിക്കുന്ന സതീശൻ സാറെ, വിദേശത്ത് പോയി പിരിവ് നടത്താൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതി വേണമെന്ന് അങ്ങേക്ക് അറിയില്ലായിരുന്നു? അതോ ലണ്ടനിലെ കാറ്റടിച്ചപ്പോൾ നിയമങ്ങളെല്ലാം പറന്നുപോയോ? ഇനി ഇതിലെ സാമ്പത്തിക ഇടപാടുകൾ എന്താണെന്ന് നോക്കാം. വിദേശത്ത് നിന്ന് കിട്ടിയ പണം നേരിട്ട് സതീശന്റെ അക്കൗണ്ടിലേക്കല്ല വന്നത്. അവിടെയാണ് മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന ബുദ്ധിപരമായ നീക്കം വരുന്നത്. പണം വന്നത് ഈ ഫൗണ്ടേഷന്റെ FCRA അക്കൗണ്ടിലേക്കാണ്. സതീശൻ പറയും എന്റെ കയ്യിൽ 1 രൂപ പോലും വന്നിട്ടില്ല എന്ന്. ശരിയാണ്, അദ്ദേഹം നേരിട്ട് വാങ്ങിയാൽ അപ്പോൾ തന്നെ പൊങ്ങുമല്ലോ. പക്ഷേ വിജിലൻസ് പറയുന്നത് ഈ പണം സമാഹരിക്കാൻ നേതൃത്വം നൽകിയതും ഗുണഭോക്താക്കളെ തീരുമാനിച്ചതും സതീശനാണെന്നാണ്. നിയമസഭാ സാമാജികൻ എന്ന പദവി ഉപയോഗിച്ച് വിദേശത്ത് പോയി ഒരു സ്വകാര്യ ട്രസ്റ്റിന് വേണ്ടി പണം സ്വരൂപിക്കുന്നത് ശുദ്ധമായ നിയമലംഘനമാണ്. ഇതിനെയാണ് വിജിലൻസ് പദവി ദുരുപയോഗം എന്ന് വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സ്വന്തം മണ്ഡലത്തിലെ വികസനം കാണിച്ച് പൗണ്ട് വെളുപ്പിച്ച് എന്ന് സാരം. മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന പേരിൽ പുനർജനി പദ്ധതിക്കായി ഫൗണ്ടേഷൻ രൂപീകരിച്ചാണ് വിദേശത്തു നിന്നും പണം സ്വീകരിച്ചത്. UK-യിൽ നിന്നും 22,500 പൗണ്ട് വിവിധ വ്യക്തികളിൽ നിന്നും സമാഹരിച്ച് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് അയച്ചതായാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. നിയമസഭയിൽ മറ്റുള്ളവരെ ധാർമ്മികത പഠിപ്പിക്കുന്ന സതീശൻ സാർ ഇപ്പോൾ അതേ സഭയിലെ നിയമം ലംഘിച്ചതിന് നടപടി നേരിടേണ്ടി വരുന്നു. MLA സ്ഥാനത്തിന് അയോഗ്യത വരെ വരാവുന്ന കുറ്റമാണിത്. CBI അന്വേഷണം കൂടി വന്നാൽ സതീശൻ സാർ ലണ്ടനിൽ പോയ വിമാന ടിക്കറ്റിന്റെ സ്പോൺസർഷിപ്പ് മുതൽ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ ഓരോ ചില്ലിക്കാശും പരിശോധിക്കപ്പെടും. പാവപ്പെട്ടവർക്ക് 250 വീട് വെച്ചു കൊടുത്തു എന്ന് ആവർത്തിക്കുമ്പോഴും അതിനായി വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന പൗണ്ട് കണക്കുകൾ സതീശന്റെ രാഷ്ട്രീയ ഭാവിക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുകയാണ്. ചുരുക്കത്തിൽ നിയമം അറിയാത്തവർ ചെയ്യുന്ന അബദ്ധമല്ല സതീശൻ സാർ ചെയ്തിരിക്കുന്നത്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയ ഒരു ഫോറിൻ ഓപ്പറേഷൻ ഇപ്പോൾ പാളിയിരിക്കുകയാണ്. വിദേശ നാണയ വിനിമയ ചട്ടവും നിയമസഭാ ചട്ടങ്ങളും ഒരേപോലെ ലംഘിച്ച പ്രതിപക്ഷ നേതാവിനെ ഇനി ആര് രക്ഷിക്കും? മുഖ്യമന്ത്രി ഈ വിജിലൻസ് റിപ്പോർട്ട് CBIക്ക് വിട്ടാൽ സതീശന് ലണ്ടനിലേക്ക് വണ്ടി കയറുന്നതിനേക്കാൾ വേഗത്തിൽ കോടതിയിലേക്ക് കയറേണ്ടി വരും. പ്രളയബാധിതരെ സഹായിക്കാനായി ആരും വിദേശത്ത് പോയി പണം പിരിക്കേണ്ട എന്ന് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും പ്രഖ്യാപിച്ചിരുന്നു. ഒട്ടേറെ വാഗ്ദാനം ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ പോയതുമില്ല. പ്രവാസികൾ അറിഞ്ഞു നൽകിയ സഹായമാണ് സ്വീകരിച്ചത്. എന്നാൽ വി.ഡി. സതീശൻ ഇതെല്ലാം മറികടന്ന് വിദേശത്ത് പോയി പണം ആവശ്യപ്പെടുകയായിരുന്നു. സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് കേരളത്തിൽ ഇരുന്നുള്ള അഴിമതികളാണ്. എന്നാൽ സതീശൻ കുറച്ചുകൂടി ഹൈടെക് ആണ്. സംഗതി കടലിൽ കടന്നുള്ള ഇടപാടാണ്. ലണ്ടനിൽ പോയി പൗണ്ട് പിരിച്ചതും അത് വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിക്കാത്തതും ഇപ്പോൾ ഒരു ക്രിമിനൽ കുറ്റമായി മാറിയിരിക്കുകയാണ്. സതീശൻ സാർ എപ്പോഴും പറയാറുണ്ട് എല്ലാം സുതാര്യമാണെന്ന്. പക്ഷെ ആ സുതാര്യത ലണ്ടൻ പാലത്തിന്റെ താഴെ എവിടെയോ ഒലിച്ചുപോയ ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത്. സതീശൻ സാറേ, ഒരു വിദേശ രാജ്യത്ത് പോയി പണം ആവശ്യപ്പെടാൻ ഒരു MLAക്ക് എന്ത് അധികാരമാണുള്ളത്? കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഇല്ലാതെ ഇങ്ങനെ പണം ചോദിക്കുന്നത് 2010-ലെ FCRA നിയമപ്രകാരം ശിക്ഷാർഹമാണെന്ന് അറിയില്ലേ? നിയമസഭയിൽ മറ്റുള്ളവരെ നിയമം പഠിപ്പിക്കുന്ന അങ്ങ് ഈ ലളിതമായ കാര്യം മറന്നുപോയതാണോ? അതോ ലണ്ടനിലെ പൗണ്ട് കണ്ടപ്പോൾ കണ്ണ് മഞ്ഞളിച്ചു പോയതാണോ? സതീശൻ ന്യായീകരിക്കുന്നത് ഇങ്ങനെയാണ്: പണം വന്നത് ട്രസ്റ്റിലേക്കല്ലേ, എനിക്കെന്താ ഇതിൽ കാര്യം? പക്ഷെ വിജിലൻസ് കണ്ടെത്തിയത് മറ്റൊന്നാണ്. ഈ പണം പിരിക്കാൻ നേതൃത്വം നൽകിയത് സതീശനാണ്.
പണം എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചതും സതീശനാണ്. ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കിയതും അദ്ദേഹം തന്നെ. ചുരുക്കത്തിൽ തന്റെ പദവി ഉപയോഗിച്ച് ഒരു സ്വകാര്യ ട്രസ്റ്റിന് വേണ്ടി വിദേശത്ത് ഫണ്ട് റൈസിംഗ് നടത്തി. ഇത് പദവി ദുരുപയോഗം ചെയ്തു. നിയമസഭാംഗങ്ങൾ പാലിക്കേണ്ട എത്തിക്സിന് വിരുദ്ധമാണിത്. സതീശൻ സാർ വിചാരിച്ചു കാണും ട്രസ്റ്റ് വഴി പണം വന്നാൽ ആരും പിടിക്കില്ലെന്ന്. പക്ഷേ അന്വേഷണം വന്നപ്പോൾ ട്രസ്റ്റ് ഭാരവാഹികൾ തന്നെ മൊഴി നൽകി. സതീശൻ പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് വിജിലൻസ് റിപ്പോർട്ടിലെ മറ്റൊരു രസകരമായ ഭാഗം സതീശന്റെ യാത്രാ ചിലവാണ്. സതീശൻ സാർ ലണ്ടനിലേക്ക് പോയ വിമാന ടിക്കറ്റ് സ്പോൺസർ ചെയ്തത് ഒമാൻ എയർ ആണത്രേ. അവിടെ താമസവും മറ്റു സൗകര്യങ്ങളും ഒരുക്കിയത് മണപ്പാട്ട് ഫൗണ്ടേഷനും. ഒരു ജനപ്രതിനിധി വിദേശത്ത് പോകുമ്പോൾ ആരുടെയൊക്കെയോ ആനുകൂല്യം കൈപ്പറ്റാം എന്നതിന്റെ കൃത്യമായ ചട്ടങ്ങളുണ്ട്. സ്വകാര്യ കമ്പനികളുടെയും ട്രസ്റ്റുകളുടെയും ഔദാര്യത്തിൽ വിദേശയാത്ര നടത്തുന്നത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരാവുന്ന കാര്യമാണ്. സതീശൻ സാർ എപ്പോഴും ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് സദാചാരം പ്രസംഗിക്കാറുണ്ട്. പക്ഷേ സ്വന്തം ടിക്കറ്റിന്റെ പണം പോലും ആരോ സ്പോൺസർ ചെയ്തതാണെന്ന് അറിയുമ്പോൾ ആ പ്രസംഗങ്ങൾക്കെല്ലാം എന്ത് വിലയാണുള്ളത്? ഇപ്പോൾ ഇതാ വിജിലൻസ് ഡയറക്ടർ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ട് CBI? കാരണം വിദേശ പണമിടപാടുകൾ അന്വേഷിക്കാൻ കേരള വിജിലൻസിന് പരിമിതികളുണ്ട്. കേന്ദ്ര ഏജൻസി വന്നാൽ സതീശന് രക്ഷപ്പെടാൻ പ്രയാസമാകും. അതിലും ഗൗരവകരമായത് സ്പീക്കറോടുള്ള വിജിലൻസിന്റെ ശുപാർശയാണ്. നിയമസഭാ ചട്ടങ്ങളിലെ റൂൾ 41 പ്രകാരം സതീശനെതിരെ നടപടിയെടുക്കണം. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന് തെളിഞ്ഞാൽ സതീശന്റെ MLA സ്ഥാനം പോലും തെറിച്ചേക്കാം. മുമ്പ് KM മാണിക്കെതിരെയും മറ്റ് അഴിമതി ആരോപണം വന്നപ്പോൾ സതീശൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടതാണ്. ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണം എന്നൊക്കെയായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതേ ധാർമ്മികതയുടെ വാൾ തന്റെ കഴുത്തിന് നേരെ വരുമ്പോൾ സതീശൻ സാർ പറയുന്നു ഇത് രാഷ്ട്രീയ പകപോക്കലാണെന്ന്. 2020 തന്നെ വിദേശകാര്യ മന്ത്രാലയം ഈ പിരിവിന് അനുമതിയില്ലെന്ന് വ്യക്തമാക്കിയതാണ്. അന്നൊന്നുമില്ലാത്ത രാഷ്ട്രീയ പകപോക്കൽ ഇപ്പോൾ എവിടുന്ന് വന്നു? പുനർജനി പദ്ധതി വഴി 280 വീടുകൾ നിർമ്മിച്ചു എന്നത് വലിയ കാര്യമാണ്. പക്ഷേ ആ വീടുകളുടെ മറവിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി വിദേശ പണം ഒഴുക്കിയത് ശരിയാണോ? CBI കൂടി രംഗത്തെത്തുന്നതോടെ VD സതീശന്റെ രാഷ്ട്രീയ ഭാവിയിൽ കരിനിഴൽ വീണിരിക്കുകയാണ്. നിയമത്തിന്റെ പഴുതുകൾ കണ്ടെത്തുന്നതിൽ മിടുക്കനായ സതീശൻ ഈ പഴുതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് നമുക്ക് കണ്ടറിയാം. സതീശൻ കുടുങ്ങുമോ അതോ പതിവ് പോലെ നൈസായിട്ട് വഴുതി മാറുമോ? എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.